മനാഫ് മാധ്യമങ്ങളെ കണ്ട് തൻ്റെ ഭാഗം വിശദീകരിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് ഇപ്പോൾ കുടുംബം ഇങ്ങനെ പറയുന്നത് എന്ന കാര്യം തനിക്ക് അറിയില്ല. ജിതിനുമായി ബന്ധപ്പെട്ട് എന്തോ പ്രശ്നമാണോ എന്ന് ഒറ്റ വരിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ കൂടുതൽ പറയുന്നില്ല. ഭാര്യ കൃഷ്ണപ്രിയ ഫോൺ വിളിച്ചിട്ട് എടുത്തിട്ടില്ല എന്നുള്ള ആരോപണം തെറ്റാണ്. പരമാവധി എല്ലാ ഫോണുകളും താൻ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഫോണുകൾ വരുമ്പോൾ ആ കോളുകൾ ഒരിക്കലും നഷ്ടപ്പെടുത്താറില്ലായിരുന്നു, അത് മിസ് ചെയ്യാറില്ലായിരുന്നു, കൃത്യമായി എടുക്കാറുണ്ടായിരുന്നു, അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ വിധത്തിൽ പ്രതികരിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. താനൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമായി അവിടെ നടന്നിട്ടുള്ള അനീതികൾ അല്ലെങ്കിൽ വൈകലുകളെ പറ്റി ചൂണ്ടിക്കാട്ടി സംസാരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ തനിക്കെന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി മാത്രമാണ് ഒരു മാധ്യമം എന്ന നിലയിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അതിൽ 10,000 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ. ലോറി ഉടമ മനാഫ് എന്ന പേരിലാണ് ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ തനിക്ക് പണമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതല്ല. ഇതുവരെ അർജുൻ്റെ പേര് പറഞ്ഞുകൊണ്ട് 1 രൂപ പിരിച്ചിട്ടില്ല, ഇനി പിരിക്കാനും ഉദ്ദേശിക്കുന്നില്ല. കുടുംബം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളെല്ലാം തള്ളിക്കളയുകയാണ് മനാഫ് പൂർണ്ണമായും ചെയ്യുന്നത്. തനിക്ക് ഫേമസ് ആകേണ്ട ആവശ്യമില്ല, തനിക്ക് PR നടത്തേണ്ട ആവശ്യവുമില്ല. PR നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലൂടെയാണ്, വാർത്താമാധ്യമങ്ങളിലൂടെ മാത്രമാണ്. അവരാണ് അതിൻ്റെ ചുക്കാൻ പിടിച്ചിട്ടുള്ളത്. അല്ലാതെ താൻ മനഃപൂർവ്വം ഏതെങ്കിലും തരത്തിലുള്ള പബ്ലിക് റിലേഷൻസ് പ്രശസ്തിക്ക് വേണ്ടി നടത്തുകയും ചെയ്തിട്ടില്ല. കുടുംബം പരാതി നൽകിക്കോട്ടെ, എന്തിനും തയ്യാറാണ്. ഈ പരാതി അർജുനെ ലഭിക്കുന്നതിന് മുൻപേ നൽകുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത്രയും നാൾ അവിടെ നിൽക്കേണ്ടി വരില്ലായിരുന്നല്ലോ എന്നുകൂടി മനാഫ് പറഞ്ഞു വെക്കുന്നുണ്ട്. യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് തോന്നി, തൻ്റെ കാര്യങ്ങൾ അതിൽ പറയണമെന്ന് തോന്നി, അങ്ങനെയാണ് തുടങ്ങിയത്. രഞ്ജിത്ത് ഇസ്രായേൽ, ഈശ്വർ മാൽപേ എന്നിവരുൾപ്പെടെ എല്ലാവർക്കും നന്ദി എന്നുകൂടി മനാഫ് പറയുന്നുണ്ട്. കുടുംബത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു എന്നും പറയുകയാണ്. ശരത് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. കോഴിക്കോട് ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ചാണ് ഈ പരിപാടി നടന്നിട്ടുള്ളത്. ബിസിനസ് നെറ്റ്വർക്ക് ഇൻ്റർനാഷണൽ ആണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന, സ്ക്രീനിൻ്റെ ഒരു ഭാഗത്ത് ദൃശ്യങ്ങളിൽ കാണുന്ന മനാഫിനുള്ള സ്വീകരണം ഒരുക്കിയിട്ടുള്ളത്. ശരത്ത്, ഈ കുടുംബത്തിൻ്റെ ആരോപണങ്ങളെല്ലാം തന്നെ മനാഫ് പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. അവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളൊന്നും തന്നെ ശരിയല്ല. പണം പിരിച്ചിട്ടില്ല, കുടുംബത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളൊന്നും നടത്തിയിട്ടില്ല, PR നടത്തിയിട്ടില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കുടുംബത്തിൻ്റെ ആരോപണങ്ങളെ ഡിഫെൻഡ് ചെയ്യുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശരത്ത്, എന്താണ് അവിടുന്ന് പങ്കുവെക്കാൻ സാധിക്കുന്നത്? ബിനിൽ, അതായത് കുടുംബം ഉന്നയിച്ച ആരോപണങ്ങളെ തള്ളി തന്നെയാണ് ഇപ്പോൾ മനാഫും രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് മനാഫ് പറയുന്നത് കുടുംബം ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം കുടുംബത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അർജുൻ്റെ പേരിൽ ഈ മനാഫ് സാമ്പത്തിക പിരിവ് നടത്തി, പണപ്പിരിവ് നടത്തി എന്നുള്ളതായിരുന്നു കുടുംബത്തിൻ്റെ പ്രധാന ആരോപണം. എന്നാൽ അത്തരമൊരു പിരിവ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് മനാഫ് പറഞ്ഞു വെക്കുന്നത്. താൻ അത്തരമൊരു സാമ്പത്തികമായോ അല്ലെങ്കിൽ അധികം തരത്തിലുള്ള പിരിവ് നടത്തിയിട്ടില്ല, അത് കുടുംബത്തിൻ്റെ ആരോപണം തെറ്റാണ് എന്നുള്ളതാണ് അർജുൻ പറയുന്നത്, മനാഫ് പറയുന്നത്. ഒപ്പം താൻ കോഴിക്കോട് മാനാഞ്ചിറയിൽ പോയി നിൽക്കാം, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ കല്ലെറിയട്ടെ എന്നും മനാഫ് പറയുന്നു. മാധ്യമങ്ങളാണ് തനിക്കൊരു ഹൈപ്പ് തന്നത്, അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും വൈകാരികമായിട്ടുള്ള പ്രതികരണത്തിലൂടെയാണ് മനാഫ് തന്റെ ഭാഗം വിശദീകരിച്ചുകൊണ്ടേയിരുന്നത്. ഈ വാർത്തയിലേക്ക് നമുക്ക് തിരിച്ചെത്തേണ്ടതുണ്ട്. ശരത്തും സാനിയോ മനോമിയും നമുക്കൊപ്പം ചേരും. നല്ലും പതിരും തിരിച്ചറിയേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗുരുതരമായ ആരോപണം കുടുംബം ഉന്നയിക്കുന്നു, അതിനെ പ്രതിരോധിക്കുകയാണ് ലോറി ഉടമ എന്ന് പറയപ്പെടുന്ന മനാഫ് കൂടി.